ഒരു പൊട്ടൻ, അതാണ് എന്റെ സുഹൃത്തുക്കളും കുടുംബവും അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അരുൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സത്യം പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയും എനിക്കുവേണ്ടി കണ്ടെത്തിയ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു അദ്ദേഹം. കാണാൻ ഭംഗിയുള്ള, നല്ല ജോലിയുള്ള ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എല്ലാം തികഞ്ഞ ഒരാളെപ്പോലെ എനിക്ക് തോന്നി. അതിനുശേഷം അരുണുമായി കൂടുതൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ചില കുഴപ്പങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ ലോകവിവരങ്ങൾ വളരെ കുറവായിരുന്നു. പുതിയ സിനിമകളെക്കുറിച്ചോ വാർത്തകളെക്കുറിച്ചോ യാത്രകളെക്കുറിച്ചോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതൊക്കെ ഞാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാമെന്ന് കരുതി, കാരണം എനിക്ക് അരുണിനെ അത്രയേറെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി. ആദ്യത്തെ ചില മാസങ്ങൾ സന്തോഷകരമായിരുന്നു. അരുൺ എന്നെ നന്നായി നോക്കിയിരുന്നു. ഞാൻ ചോദിക്കുന്നത് എന്തും അദ്ദേഹം വാങ്ങിത്തരുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സംസാരം വളരെ കുറവായിരുന്നതുകൊണ്ട് എനിക്ക് ശരിക്കും ബോറടിച്ചു. ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ അതിന് കൃത്യമായ മറുപടി അദ്ദേഹം നൽകില്ല. ഞാൻ എന്ത് സംസാരിച്ചാലും അദ്ദേഹം പറയും, "ഓ, അതെന്നെക്കൊണ്ട് പറ്റില്ല," അല്ലെങ്കിൽ "അതൊക്കെ എനിക്കെന്തിനാ?" അരുണിന്റെ ഈ സ്വഭാവം എന്നെ വിഷമിപ്പിച്ചു. എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നി തുടങ്ങി. എങ്കിലും ഞങ്ങൾക്കിടയിലുള്ള സ്നേഹം ആ സമയത്ത് വലുതായിരുന്നു. അതുകൊണ്ടിതൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ പോകുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും കടന്നുപോയി. എന്റെയും അരുണിന്റെയും ജീവിതം രണ്ട് സമാന്തര രേഖകളെപ്പോലെയായിരുന്നു. ഞങ്ങൾ ഒരേ വീട്ടിൽ, ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ, പക്ഷെ രണ്ട് ലോകങ്ങളിലായിരുന്നു. ഞാൻ സിനിമ കാണാൻ ക്ഷണിച്ചപ്പോൾ, "എനിക്കിതൊന്നും ഇഷ്ടമില്ല, നീ പോയി കണ്ടോ" എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്റെ കൂട്ടുകാരുമായി ഒരു യാത്ര പോകാൻ പദ്ധതിയിട്ടപ്പോൾ, "അതൊക്കെ പെൺകുട്ടികളുടെ പരിപാടിയാ, ഞാൻ വരുന്നില്ല" എന്നു പറഞ്ഞ അദ്ദേഹം എന്നെ ഒറ്റയ്ക്കാക്കി. അരുണിന്റെ ഈ സ്വഭാവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരു നിമിഷം പോലും പങ്കിടാനില്ലായിരുന്നു. അദ്ദേഹം ആത്മാവില്ലാത്തൊരു യന്ത്രത്തെപ്പോലെയായിരുന്നു എന്റെ കാഴ്ചയിൽ. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കുക, ജോലിക്ക് പോകുക, ഉറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ ഇതൊന്നും അദ്ദേഹത്തിനൊരു വിഷയമായിരുന്നില്ല. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, "അരുൺ, നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ? നമുക്ക് ഒരുമിച്ച് സിനിമ കാണാൻ പോകാം, അല്ലെങ്കിൽ യാത്ര പോകാം." അദ്ദേഹം അതിനെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞു. "നീ ഒരു കുട്ടിയെപ്പോലെയാണ് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങൾക്കൊന്നും എനിക്കിഷ്ടമല്ല." അത് കേട്ടപ്പോൾ എന്റെ ഹൃദയം തകർന്നുപോയി. ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിട്ടും അദ്ദേഹം എന്നെ ഒന്നിനും കൂട്ടാക്കാറില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കുവയ്ക്കാൻ ഒരു ഓർമ്മ പോലും ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വിവാഹം കഴിച്ചത് സന്തോഷകരമായൊരു ജീവിതത്തിനു വേണ്ടിയായിരുന്നു, അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയല്ല. ഈ ഒറ്റപ്പെടൽ എന്നെ മാനസികമായി തളർത്തി. ഞാൻ വിഷാദരോഗത്തിന് അടിമയാകുകയാണെന്നെനിക്ക് തോന്നി. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം കുറയുന്നതിനു പകരം എന്നിൽ അദ്ദേഹത്തോടുള്ള ദേഷ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ ബന്ധം ഒരു പൊട്ടൻ ഭർത്താവിനൊപ്പം ഞാൻ തുടരണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും ഒരു ഭാരം പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ പുറത്തു പോകുമ്പോൾ അരുൺ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ കൂട്ടുകാരുമായി ഒരു സിനിമയ്ക്ക് പോവുകയാണ്, ഞാൻ പറഞ്ഞു. "അവരോടൊപ്പം പോകേണ്ട, വേറെ ആരെങ്കിലും കൂടെയുണ്ടാവോ?" അദ്ദേഹം എന്നെ സംശയിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, "നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ?" അപ്പോൾ തന്നെ അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. "നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നില്ല, നിനക്ക് പുറത്തു കറങ്ങാൻ മാത്രമാണ് ഇഷ്ടം," അദ്ദേഹം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ട് തകർന്നുപോയി. ഞാൻ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു, പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ ഒറ്റപ്പെടുകയാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. എന്റെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഞാൻ അകന്നു. എന്റെ സന്തോഷങ്ങൾ ഞാൻ ഒളിപ്പിച്ചു. എന്റെ ജീവിതം ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടതുപോലെയായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ഈ ബന്ധം എന്നെ മാനസികമായി കൊല്ലുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ എന്റെ മാതാപിതാക്കളോട് സംസാരിച്ചു. എന്റെ അച്ഛൻ പറഞ്ഞു, "അദ്ദേഹത്തിന്റെ നല്ല വശങ്ങൾ മാത്രം നോക്കിയാൽ മതി, എല്ലാ മനുഷ്യർക്കും ചില കുറവുകളുണ്ടാകും." എന്റെ അമ്മ പറഞ്ഞു, "ഒരു സ്ത്രീക്ക് കുടുംബമാണ് പ്രധാനം." എന്റെ കുടുംബം പോലും എന്നെ മനസ്സിലാക്കാത്തത് എനിക്ക് വല്ലാതെ വിഷമമുണ്ടാക്കി. ഈ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് സ്വയം കണ്ടെത്തേണ്ടിയിരുന്നു. എന്റെ സന്തോഷം തിരികെ ലഭിക്കേണ്ടിയിരുന്നു. ഞാൻ എന്റെ ഭർത്താവിനോട് ഒരുമിച്ചൊരു കൗൺസിലിങ്ങിന് പോകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം എന്റെ ആവശ്യം നിരസിച്ചു. "എനിക്കെന്താണ് കുഴപ്പം? എനിക്കൊരു കുഴപ്പവുമില്ല. നിനക്കാണ് കൗൺസിലിംഗ് ആവശ്യം." അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എന്നെ ഞെട്ടിച്ചു. അദ്ദേഹം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്വയം രക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തെ വെറുക്കാൻ തുടങ്ങി. ആ നിമിഷം മുതൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകളിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചു. എന്റെ ഉള്ളിലെ മൗനം ഒരു കൊടുങ്കാറ്റായി മാറാൻ തുടങ്ങി. അരുണിന്റെ ലോകം അദ്ദേഹത്തിന്റെ ജോലിയിലും ഉറക്കത്തിലും ഭക്ഷണത്തിലും ഒതുങ്ങി. എന്റെ ലോകം അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോവുകയായിരുന്നു. ഞാൻ പുറത്തു പോകുമ്പോഴെല്ലാം എന്റെ ഫോൺ ചെക്ക് ചെയ്യുന്നതും എപ്പോഴും എവിടെയാണെന്ന് ചോദിക്കുന്നതും അദ്ദേഹത്തിനൊരു ശീലമായി മാറി. എനിക്ക് ശരിക്കും ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി.
നീ എന്തിനാണ് എല്ലാ ദിവസവും പുറത്തു പോകുന്നത്? അദ്ദേഹം ഒരിക്കൽ എന്നോട് ചോദിച്ചു. എന്റെ കൂട്ടുകാരെ കാണാൻ, സിനിമ കാണാൻ, യാത്ര പോകാൻ. ഞാൻ എല്ലാ ദിവസവും വീട്ടിലിരുന്നാൽ എനിക്ക് വിഷാദരോഗം വരും. അതൊക്കെ നിന്റെ തോന്നലാണ്, അദ്ദേഹം പറഞ്ഞു. നീ എന്നെ സ്നേഹിക്കുന്നില്ല, അതുകൊണ്ടാണ് നീ പുറത്തു പോകുന്നത്. അദ്ദേഹം എന്നെ സംശയിച്ചും കുറ്റപ്പെടുത്തിയും ചെയ്തപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതായി. ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാൻ തീരുമാനിച്ചു. ഞാൻ എന്റെ വീട്ടിലേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചു. ഒരു വൈകുന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അരുൺ, എനിക്ക് ഈ ജീവിതം മതിയായി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുകയാണ്. അദ്ദേഹം അത് കേട്ട് ചിരിച്ചു. നീ എവിടേക്കും പോകുന്നില്ല, നിനക്കെന്തിനാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്? അദ്ദേഹം ഒരു കുട്ടി കളിക്കുന്നതുപോലെയാണ് സംസാരിച്ചത്. ഞാൻ വളരെ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്റെ ബാഗ് പാക്ക് ചെയ്തു. എന്റെ ഭർത്താവ് എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരുന്നു. നീ ഒരു ചെറിയ യാത്ര പോവുകയാണോ? അദ്ദേഹം ചോദിച്ചു. ഇതൊരു യാത്രയല്ല, ഇതൊരു മടക്കയാത്രയാണ്. നമ്മുടെ ജീവിതം എവിടെ അവസാനിക്കുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് എന്റെ ഭർത്താവിന് കാര്യങ്ങൾ മനസ്സിലായത്. അദ്ദേഹത്തിന്റെ ചിരി മാഞ്ഞു, മുഖം വിളറി. പക്ഷെ ഒരുപാട് വൈകിപ്പോയിരുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി, എന്റെ പൊട്ടൻ ഭർത്താവിനെ ഉപേക്ഷിച്ച്. ഞാനൊരു പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ വീട്ടിലെത്തി. എന്റെ മാതാപിതാക്കൾ എന്നെ കണ്ടപ്പോൾ അമ്പരന്നു. ഞാൻ എന്റെ ഭർത്താവുമായി പിരിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അവർ എന്നെ കുറ്റപ്പെടുത്തി. നീ എന്തിനാണിങ്ങനെ ചെയ്തത്? നിനക്ക് ക്ഷമിച്ചുകൂടായിരുന്നോ? അവർ ചോദിച്ചു. പക്ഷേ ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തുവരാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞാനൊരു ചിത്രം വരയ്ക്കാൻ തുടങ്ങി, പുതിയ പാട്ടുകൾ പഠിക്കാൻ തുടങ്ങി, കൂട്ടുകാരുമായി ഒരുപാട് യാത്രകൾ പോയി. എന്റെ ജീവിതം വീണ്ടും ജീവിക്കാൻ തുടങ്ങി. അരുൺ എന്നെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അദ്ദേഹം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ അയച്ചു. എന്റെ വീട്ടിലേക്ക് വന്നു. എനിക്കെന്റെ തെറ്റുകൾ മനസ്സിലായി, ഞാൻ മാറുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ചില്ല. 1 വർഷത്തിനു ശേഷം ഞാൻ അരുണുമായി നിയമപരമായി ബന്ധം പിരിഞ്ഞു. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമായിരുന്നു. ഞാൻ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചത് ഒരു പൊട്ടനായതുകൊണ്ടല്ല, മറിച്ച് എന്റെ സന്തോഷമില്ലാതാക്കിയതുകൊണ്ടാണ്. വിവാഹബന്ധം ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഒരുമിച്ച് മരിക്കാൻ വേണ്ടിയുള്ളതല്ല. ഞാനൊരു പുതിയ ജീവിതം തുടങ്ങി. എന്റെ ഉള്ളിലെ സന്തോഷം വീണ്ടെടുത്തു. എന്റെ ജീവിതം ഒരു പുതിയ കഥയായി മാറി. ഇപ്പോൾ ഞാനൊരു പുതിയ ബന്ധത്തിലാണ്. എന്റെ പുതിയ പങ്കാളി എന്നെ മനസ്സിലാക്കുന്നു, എന്റെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ബഹുമാനിക്കുന്നു.